ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആൾക്കാരാണോ അതോ ഫെയ്റ്റിൻ്റെ, വിധിയുടെ ആൾക്കാരാണോ? വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്, യാതൊരു സംശയമില്ലല്ലോ, ഇല്ലേ? ഞാൻ ഇനി കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ അതിനെ ഒന്ന് അവലോകനം ചെയ്യുക. നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ആൾക്കാരാണോ വിധിയിൽ വിശ്വസിക്കുന്നവരാണോ? ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതെല്ലാം ദൈവം അനുവദിച്ചതാണ്. അത് വിശ്വാസമാണോ വിധിയാണോ? ഒന്നുകൂടെ ചിന്തിച്ച് ചോദിക്കേ. അല്ല, ദൈവം അറിയുന്നുണ്ട്, പക്ഷേ ദൈവം അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അത് വിധിയാണോ വിശ്വാസമാണോ? അത് വിധിയാ. കാരണം ഹിന്ദുക്കൾ തന്നെ വിശ്വസിക്കുന്നത് തലവരയാ, എൻ്റെ തലവരയായത്. അതങ്ങനെ ദൈവം അനുവദിക്കാതൊന്നും സംഭവിക്കുന്നില്ല. ദൈവം അനുവദിച്ചതേതല്ല. ദൈവം അനുവദിച്ചതാണെങ്കിൽ ഇതിനകത്ത് വിശ്വാസം എവിടെ? ഒന്ന് ചിന്തിച്ച് ചോദിക്കുക ഒരു നിമിഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധി പോലെ വന്ന് ഭവിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടകാലം ദൈവം അനുവദിച്ചതാ. അങ്ങനെയാണെങ്കിൽ അത് വിധിയല്ലേ? ഞാൻ കടന്നു പോകുന്ന പ്രതികൂലം ദൈവം അനുവദിച്ചതാ. അങ്ങനെയാണെങ്കിൽ വിധിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ പറ്റും? അവിടെയാണ് വിശ്വാസ മാർഗവും ഈ വിധിയുടെ മാർഗവും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന ഘടകം. വിശ്വാസം എന്ത് പറയുന്നു? ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം ഇപ്രകാരം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിനെ താഴേക്ക് ആരിറക്കും എന്ന് വിശ്വാസം പറയുന്നില്ല. പാതാളത്തിൽ നിന്ന് അവനെ മേളിലേക്ക് ആര് കൊണ്ടുവരുമെന്ന് വിശ്വാസം പറയുന്നില്ല. വിശ്വാസം എന്തു പറയുന്നു? വിശ്വാസം പറയുന്നു, ആ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വചനം അല്ലെങ്കിൽ കൃപയുടെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിൻ്റെ തുമ്പിലിരിക്കുന്നു, നമ്മുടെ വായിലിരിക്കുന്നു. അതാണ് വിശ്വാസം. എന്തുവാണ്? ഇതാണ് ഞാൻ സദൃശ്യവാക്യം 18:21 വായിച്ചത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയെ നിയന്ത്രിക്കുന്ന ഘടകം നമ്മുടെ നാവാണ്. ഞാനിപ്പോൾ സമയം കുറവുകൊണ്ട് എടുക്കുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ ലേഖനം വായിച്ചറിയാം, നാവ് കൊടിയ തീ കത്തിക്കുന്നു. അത് മാത്രമല്ല, നരകത്തിന് അതിനാൽ തീ കത്തുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തീ കത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ നമ്മുടെ നാവാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ കാരണക്കാരൻ നമ്മുടെ നാവാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ കാരണക്കാരൻ നമ്മുടെ നാവാണ്. ഈ നാവിനെ ആർക്കൂട്ട് അടക്കാനും കഴിയില്ല. അങ്ങനെ ആര് പറഞ്ഞത്? ബൈബിള് പറഞ്ഞതാ. നാവിനെ, അതായത് ഈ നാവെന്ന് പറഞ്ഞാൽ ചെറിയൊരു അവയവമെങ്കിലും അതിനെ എന്തോ ചെയ്യും? അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ തിരിക്കുന്നത്. അതിന് ബൈബിളിനെ തിരിക്കുന്ന ചക്രം, ചെറിയ ചക്രം തിരിക്കുമ്പോഴാണല്ലോ അത് തിരിയുന്നത്. അപ്പം അത് ചെറിയൊരു ചക്രമായി ഇവർ തിരിക്കുന്നത്. പക്ഷെ കപ്പലിനെ മുഴുവൻ തിരിക്കുന്നത് എന്തോ? അത് ഒരു ചെറിയൊരു ഉപകരണം അല്ലേ? ചെറിയൊരു ഉപകരണമാണ് ആ കപ്പലിനെ മുഴുവൻ തിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മാർഗത്തെയും ജീവിതത്തെയും മുഴുവൻ നയിക്കുന്ന ഘടകം നമ്മുടെ നാവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കുന്ന ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ഇപ്പം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ വായിൽ കൂടെ വരുന്ന വാക്കുകൾ എന്താണ്? തിരുവചനം പറയുന്നുണ്ട്, നിൻ്റെ വായിലെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നു, കൃപയോടുകൂടിയുമായിരിക്കട്ടെ. കേൾക്കുന്നവർക്ക് ആത്മീക വർധന വരുത്തുന്നതിന് ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരരുത്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, നീ പറയുന്ന വാക്കുകൾ നിനക്കെതിരെ വരും. അങ്ങനെയൊക്കെയുള്ള അനേക വാക്യങ്ങൾ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വിധിയിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരല്ല നമ്മൾ. വിധിയിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരല്ല, ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം ഏതാ? അനുഗ്രഹത്തിനും നന്മയ്ക്കും. ആവർത്തന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതാ, അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുക, ജീവനെ തിരഞ്ഞെടുത്ത് കൊള്ളുക എന്ന് പറയുമ്പോഴത്തേനുണ്ടല്ലോ, അനുഗ്രഹത്തിൻ്റെ ഇത് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ചൂസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആരുടെയാ? നമ്മൾ ഓരോരുത്തരുടെയാ. നമ്മളുണ്ടല്ലോ ദൈവത്തിൻ്റെ വിധിക്ക് വിട്ടേക്കോ. അത് വിധിയുടെ മാർഗം, അത് ഹൈന്ദവ മാർഗമാണത്. അല്ലെങ്കിൽ മറ്റു മതങ്ങളാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരിട്ട് ബൈബിളിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ പ്രസംഗത്തിൽ നിന്ന് പഠിച്ചവരാണ്. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് അനേക ക്രിസ്തീയ, നമ്മുടെ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അനേക ക്രിസ്തീയ ഈ സഭകൾ, അവരുടെ ആചാരങ്ങളെല്ലാം എവിടുന്ന് വന്നതാണ്? നമ്മൾ ആ നാട്ടിൽ നിന്നുള്ളതാണ്. അല്ല, ഈ താലി പോലും എവിടെ നിന്ന് വന്നതാണ്?
ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതൊന്നും നമ്മുടെ ക്രിസ്തീയ ഇതിൽ നിന്നോ ബൈബിളിൽ നിന്നോ വന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മളുള്ള നാട്ടിലെ ആ മാർഗത്തിൽ നിന്നും അതിൽ നിന്നും വന്ന ഇന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്രിസ്തീയ സമുദായങ്ങളിലേക്കൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നള്ളത്ത് മാറാട്ടോ അതെല്ലാം എവിടുന്ന് വന്നതാ? എല്ലാം ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവരത്രയുമൊക്കെ എടുത്തെങ്കിൽ കുറേയൊക്കെ നമ്മളും എടുത്തിട്ടുണ്ട്. പുറമേ ഉള്ള കാര്യങ്ങളല്ല അത്. അവിടെയാണ് നമ്മൾ ഈ പുറമേ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതായത് കത്തോലിക്കർ റാസ വെച്ചെന്നോ യാക്കോബക്കാർ റാസ വെച്ചെന്നോ പെരുന്നാൾ നടത്തിയെന്നോ ഒക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ചിന്താഗതിയിൽ, അതായത് ചിന്താഗതി അവരുടെ കാഴ്ചപ്പാടാണോ അതോ ദൈവവചനമാണോ നമ്മുടെ കാഴ്ചപ്പാട്? ഈ ഞാൻ പറഞ്ഞില്ലേ, കർമ്മമാർഗവും അല്ലെങ്കിൽ വിധിയുടെ മാർഗവുമാണ് ഈസ്റ്റേൺ റിലീജിയൻ മുഴുവനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ബൈബിള് മാത്രമാണ് വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥം.